വെള്ളപ്പൊക്കവും കോവിഡും ഇവയും മമ്മൂട്ടിയും തമ്മിൽ എന്താണ് ബന്ധം? കഴുത്തിനൊപ്പം വെള്ളം പൊങ്ങിയപ്പോഴും ശുദ്ധവായു കിട്ടാതെ പിടഞ്ഞപ്പോഴും മാലോകരെല്ലാവരും ഒരുമിച്ച് ചിന്തിച്ച ഒരു കാര്യമുണ്ട്: ജീവിതത്തിന്റെ നശ്വരത. ഇനിയുള്ള ജീവിതം അന്യർക്ക് കൂടി വേണ്ടിയുള്ളതാണ്. പരസ്പര സഹായമാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആധാരം. മഴവെള്ളം മണ്ണിലേക്കിറങ്ങിയപ്പോൾ, കോവിഡ് പടികടന്നപ്പോൾ നമ്മളെടുത്ത തീരുമാനങ്ങളും മാറി. എന്നാൽ തീരുമാനങ്ങൾ മാറ്റാത്ത ചില മനുഷ്യരുണ്ട്. കെട്ടകാലം പോയി നല്ല കാലം വന്നപ്പോൾ കെട്ടകാലത്തെ അസ്വസ്ഥതകളെ മറക്കാത്ത, അവയെ ഇന്നും ഓർമ്മിക്കുന്ന ചില മനുഷ്യർ. അവരിലൊരാളാണ് ശ്രീ മമ്മൂട്ടിയും. മലയാള സിനിമയെ മമ്മൂട്ടിക്കും മോഹൻലാലിനും മുമ്പും എന്നും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം എന്നും രണ്ടായി തിരിക്കാമെങ്കിൽ, മമ്മൂട്ടി ചിത്രങ്ങളെ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവുമെന്ന് രണ്ടായി തിരിക്കാം എന്ന് തോന്നുന്നു. കോവിഡ് കാലഘട്ടം മമ്മൂട്ടിയെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച കാലഘട്ടമാണ് എന്ന് തോന്നുന്നു. കോവിഡിന് ശേഷം ലോകം തിരിച്ചു വന്നപ്പോൾ മമ്മൂട്ടിയും തിരിച്ചു വന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങളോടുകൂടി തന്നെയായിരുന്നു. മുമ്പ് കണ്ടിരുന്ന ആ ശരീരഭാഷയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ. അതോടൊപ്പം ലോകത്തെ നോക്കിക്കാണുന്ന രീതിക്കും മാറ്റം വന്നതുപോലെ. പണത്തിനും പ്രശസ്തിക്കും പുറകെയുള്ള പാച്ചിൽ നിരർത്ഥകമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയോ എന്തോ. ഇനി തന്നിലെ അഭിനേതാവിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന ചിത്രങ്ങൾ മാത്രം ചെയ്താൽ മതിയെന്ന് അദ്ദേഹം തീരുമാനമെടുത്തത് ഈ കാലഘട്ടത്തിലായിരിക്കണം. വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യുക എന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ മാർഗം. ഇത്രയേറെ കഥാപാത്രങ്ങൾ ചെയ്ത ഒരാൾക്ക് ഇനി എങ്ങനെയാണ് വ്യത്യസ്തമായ ഒരു കഥാപാത്രം ലഭിക്കുക? മറിച്ച് വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യുക എന്നതിനപ്പുറം വ്യത്യസ്തതയോടെ കഥാപാത്രങ്ങളെ ചെയ്യുക എന്ന രീതിയിലേക്കാണ് അദ്ദേഹം മാറിയത്. തന്നിലെ അഭിനേതാവിനെ തൃപ്തിപ്പെടുത്തുവാൻ ഉതകുന്ന കഥാപാത്രങ്ങൾ ലഭിക്കുമ്പോൾ അദ്ദേഹം സന്തോഷവാനാകുന്നു. ആ സന്തോഷം സഹപ്രവർത്തകരിലേക്കും പകരുന്നു. മലയാളത്തിന് നല്ല നല്ല ചിത്രങ്ങൾ ലഭിക്കുന്നു. സിനിമ എന്നത് ഒരു കലാരൂപം എന്നതിനപ്പുറം ആത്യന്തികമായി അതൊരു കച്ചവട മാധ്യമം കൂടിയാണ്. ഒരു നടന്റെ ആത്മസംതൃപ്തി ഒരുപക്ഷെ നിർമ്മാതാവിന് നഷ്ടക്കണക്കായി മാറിയേക്കാം. മറ്റൊരാളെ ബാധ്യതകളിലേക്ക് തള്ളിയിടാൻ താല്പര്യമില്ലാതിരുന്നത് കൊണ്ടുകൂടിയാവാം അദ്ദേഹം സ്വന്തമായി ഒരു നിർമ്മാണ കമ്പനി രൂപീകരിക്കുന്നത്. മമ്മൂട്ടി കമ്പനി എന്ന നിർമ്മാണ കമ്പനി യാഥാർത്ഥ്യമായതോടുകൂടി ആരെയും ബാധ്യതകളിൽപ്പെടുത്താതെ ഇഷ്ട കഥാപാത്രങ്ങൾ തേടി അലയാൻ അദ്ദേഹത്തിന് കഴിയുന്നു. മമ്മൂട്ടി കമ്പനിയിൽ ലാഭനഷ്ട കണക്കുകളില്ല, കച്ചവട തന്ത്രങ്ങളില്ല, നല്ല ചിത്രങ്ങൾ, അതുമാത്രം. ഇതുവരെ വ്യത്യസ്തവും മനോഹരവുമായ 6 ചിത്രങ്ങളാണ് മമ്മൂട്ടി കമ്പനിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. 7ാമത്തെ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തിറങ്ങിക്കഴിഞ്ഞു. മമ്മൂട്ടി കമ്പനിയുടെ ചിത്രങ്ങളുടെ പബ്ലിസിറ്റിയെക്കുറിച്ചുള്ള ആശങ്കകൾ ആരാധകർ പങ്കുവയ്ക്കുമ്പോഴും അദ്ദേഹത്തിന് കുലുക്കമൊന്നുമില്ല. ഊതിപ്പരിപ്പിച്ച കണക്കുകളോ കോടി ക്ലബ്ബുകളുടെ സ്വർണ്ണത്തിളക്കമോ ഒന്നും അദ്ദേഹത്തെ ഭ്രമിപ്പിക്കുന്നില്ല. വെള്ളപ്പൊക്കവും കോവിഡും നമ്മളെ പല പാഠങ്ങളും പഠിപ്പിച്ചു. വെള്ളം ഇറങ്ങിയപ്പോൾ, കോവിഡ് മാറിയപ്പോൾ ആ പാഠങ്ങളെല്ലാം നമ്മൾ മറക്കുകയും ചെയ്തു. പഠിച്ച പാഠങ്ങൾ മറക്കാത്ത ചിലരുണ്ട്. എടുത്ത തീരുമാനങ്ങൾ മാറ്റാത്ത അപൂർവം ചിലരുണ്ട്. അത്തരത്തിലൊരാളാണ് അദ്ദേഹം. ഇനിയും നിരവധി നല്ല ചിത്രങ്ങളുടെ ഭാഗമാകുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ.